റവന്യൂ വകുപ്പ് മന്ത്രി അത് അർജുൻ്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരണം നടത്തുന്നു. അതേസമയം തന്നെ ആർമിയും ഡിഫൻസും ഹൈ പ്രോബബിലിറ്റി പറയുന്നു, പോസിറ്റീവ് സിഗ്നൽസ് ആണ് എന്ന് പറയുന്നു. രണ്ടു സിഗ്നലുകളും ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ്. പക്ഷേ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയുണ്ട്, കാറ്റുണ്ട്, വീണ്ടും ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രദേശമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാണിംഗ് ഉണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രക്ഷാപ്രവർത്തകരുടെയും അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെയും നമ്മളുടെ ഇവിടെ നിന്ന് ആ സ്ഥലത്തേക്ക് പോയ MLA അടക്കമുള്ളവരുടെയും ഒക്കെ ജീവൻ വളരെ വിലപ്പെട്ടത് കൂടിയാണ്. അർജുനെ പോലെ തന്നെ ഇപ്പോൾ അഷറഫ് MLA നമുക്ക് പോകേണ്ട. അഷറഫ് ജി നമസ്കാരം. നമസ്കാരം അരുൺജി. ഞാൻ കുറെ നേരമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. കാര്യം ചില അഭ്യൂഹങ്ങളൊക്കെ എന്തറിയോ, പറഞ്ഞോ. നമ്മൾ ഇന്ന് ഭൂമി മിഷന് ചേർന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓരോ ദിവസം നിങ്ങൾ ലൈവായിട്ട് ഉണ്ടാകുന്ന ഒരാളാണ്. അതെ. ഇന്നിപ്പോ നമ്മൾ നല്ല പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുമ്പോ ചെറിയ ഭക്ഷണം പോലും കഴിക്കാതെ ഞാനും സതീശ് MLA ഒരു ചായ കുടിക്കും, പെട്ടെന്ന് മെസ്സേജ് വന്നു, ഐഡന്റിഫൈ ചെയ്തു, DC-യുടെ ഒരു മെസ്സേജ് വന്നു. ഓക്കെ. നമ്മൾ വന്ന ഉടനെ 3 ബോട്ടുകളിലായി SDRF നേതൃത്വം ജാക്കറ്റ് ധരിച്ചിട്ട് നമ്മളെ ജീവൻ പോലും വകവെക്കാതെ ഈ ലൊക്കേഷൻ അവർ കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോയി. അതെ. നല്ല വെള്ളച്ചാട്ടം. അത് അങ്ങ് ആ രീതിയിലാണ് നമ്മൾ ഈ പോകുന്ന ബോട്ടൊന്നും അനങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായി. ഇപ്പോഴും നല്ല മഴയാണല്ലേ. അവര് നമ്മളെ ട്രക്ക് കണ്ടു എന്നുള്ള അവർ സ്ഥിരീകരിച്ചു. ഇപ്പോഴും ഇവിടെ കോരിച്ചൊരിയുന്ന മഴയാണ്. നല്ല സ്പോട്ടിൽ അനങ്ങാൻ പറ്റാത്ത മഴ നിങ്ങൾ പലപ്പോഴും കണ്ടതാണല്ലോ. അതെ അതെ അതെ. അല്ല അഷറഫ് ജി ഇപ്പൊ നിൽക്കുന്നത് ഈ സ്പോട്ടിൽ തന്നെയാണോ? അല്ല, ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷെ അവിടെ നല്ല മഴയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ MLA സതീഷ് സെയിലോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രിയിൽ ഓപ്പറേഷൻ തുടരാമെന്നാണ്. ഒരു ഔദ്യോഗിക അതാണ് എന്തെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഇവര് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ഡിലേ വരുത്താതെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം DC-യും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇതേ സ്പോട്ടിൽ അവർ മീറ്റിംഗ് ചേരുന്നുണ്ട്. ഓക്കെ. ആ മീറ്റിംഗിലെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. വെയിറ്റ് ചെയ്യൂ എന്നാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ SP അറിയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ ഒരു കൺഫർമേഷൻ NDRF കൊടുക്കണം. അവിടെ ഒരു വാർണിംഗ് സിസ്റ്റം, ഒരു അലേർട്ട് ഉണ്ട്. കാരണം ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശമായതുകൊണ്ട് രാത്രിയിൽ റെസ്ക്യൂ പാടില്ല എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. ഒരു പക്ഷേ നമ്മൾ ഈ സ്പോട്ട് ചെയ്തതുകൊണ്ട് സർക്കാർ റിസ്ക് എടുക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? റിസ്ക് എടുക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പോ രാവിലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇവിടുത്തെ കളക്ടറും SP-യും MLA-യും പങ്കെടുക്കുമ്പോൾ കേരളത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് എന്നെയും കൂടെ അവർ പങ്കെടുപ്പിച്ചിരുന്നു. ഓക്കെ. ആ പങ്കെടുപ്പിച്ചപ്പോ അവരെന്നോട് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഒരു സംസ്ഥാനത്തിന്റെ പരാജയമായി മാറും. ഓക്കെ. അവർ വലിയ ചാലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഇന്ന് ഏതായാലും നമ്മളിപ്പോ ഈ നിമിഷം വരെ കാത്തു നിന്നത് ഇത് എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ആ കോരിച്ചൊരിക്കുന്ന മഴയത്ത് എന്റെ തൊട്ട് മുമ്പിൽ ഇവിടുത്തെ DC-യും SP-യും ബന്ധപ്പെട്ട ആളുകൾ കുട പിടിച്ച് അവർ മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്ന റിസ്ക് എടുത്തിട്ട് പെട്ടെന്ന് അത് കാണും. ഒരാള് ആഴത്തിലേക്ക് മുങ്ങിപ്പോയി ലോക്ക് ചെയ്ത് വലിച്ചിട്ട് ഇത് എടുക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. ഓക്കെ. അഷ്കർജി, എന്തായാലും എനിക്കറിയാം നമ്മൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ MLA ആയ ശ്രീ അഷ്കർജി ഉണ്ട്. കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അഷ്റഫ് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രീഫ് ചെയ്യുന്നുണ്ട്. തുടരുക. ഞാൻ ഒന്ന് ദീപക്കിലേക്ക് പോയി അവിടുത്തെ ഒരു കാലാവസ്ഥ കൂടി എനിക്കറിയാം. അങ്ങ് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. നല്ല മഴയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ചേശ്വരം MLA AK അഷ്റഫും ഒപ്പം ആ സ്ഥലത്തെ MLA സതീഷ് കൃഷ്ണസെയിലും തുടർച്ചയായി ഈ ലൊക്കേഷനിൽ തന്നെയുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഈ MLA-മാർ നിൽക്കുന്നത്. ഇപ്പോൾ സച്ചിൻദേവ് MLA-യും സ്ഥലത്തുണ്ട്. നേരത്തെ MP MK രാഘവൻ ബഡ്ജറ്റ് സെഷനായി പാർലമെന്റിലേക്ക് പോകുന്നതുവരെയും 48 മണിക്കൂർ ആ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ ശക്തമായ മഴ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴും എല്ലാം ആ സ്പോട്ടിൽ അവർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയണം. ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ദീപക്കിലേക്ക് പോകുന്നു. ദീപക്, കാറ്റൊന്ന് അടങ്ങിയിട്ടുണ്ടോ? മഴയൊന്ന് ഒതുങ്ങിയിട്ടുണ്ടോ? കാറ്റ് പൂർണ്ണമായിട്ടും അടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെയുള്ള ഒരു പോലീസ് വാഹനത്തിൻ്റെ തൊട്ട് അരികിലേക്ക് മാറി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള സാഹചര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്തരീക്ഷം അത്രത്തോളം കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമെന്ന് പറയുന്നത് നേരത്തെ AK അഷ്റഫ് MLA പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ചടുലമായ നീക്കങ്ങൾ DC-യുടെ ഭാഗത്തുനിന്ന് മഴയുടെ ഒരു വ്യാപ്തി പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഓറഞ്ച് അലേർട്ടാണ്. ഒന്ന് ആ പ്രദേശം ഒന്ന് ക്യാമറമാനോട് ഒന്ന് പാൻ ചെയ്യാൻ പറയും. ഒന്ന് 360 ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ ആ മഴ പെയ്യുന്ന സ്ഥലത്തിന്റെ വിഷ്വൽസ് ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. കാര്യം ദൂരക്കാഴ്ച പോലും മറയ്ക്കുന്ന രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. കനത്ത മഴയാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ, വൈഡ് എടുത്ത് നോക്കുമ്പോൾ നോക്കൂ, വലിയ ശക്തമായ മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഴയുടെ
ഒരു പ്രതിസന്ധിയാണ്, ഒരു വെല്ലുവിളിയാണുള്ളത്. ശക്തമായ ഒഴുക്ക് ഗംഗാവലി പുഴയിലുണ്ട്. ഇപ്പോൾ ദീപക് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറി പുഴ, ആ പുഴയുടെ ഒഴുക്ക് വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നു. ദീപക്, പുഴയുടെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. ഈ സ്കൂബ സംഘത്തിന് ആ പ്രദേശത്തേക്ക്, അതായത് ലൊക്കേറ്റ് ചെയ്ത കൃത്യം സ്പോട്ടിലേക്ക് എത്തുന്നതിനൊരു തടസ്സമുണ്ട്. കാര്യം സ്കൂബ ഡൈവേഴ്സ് അതിലേക്ക് മുങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ പെട്ടെന്നൊഴുകി താഴേക്ക് പോവുകയാണ്. അവർക്ക് അവിടെ പിടിച്ചു നിന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏതെങ്കിലും ഒരു ഹാർഡ് സർഫസിൽ ആങ്കർ ചെയ്ത് കയറിട്ട് കൊടുത്ത് ഇവർക്ക് മുന്നോട്ട് പോകാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്കൂബ ഡൈവേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്കവിടെ മുങ്ങിപ്പോയി ഊളിയിട്ട് ഈ ക്യാബിനിൽ നിന്ന് അർജുനെ രക്ഷിച്ചെടുക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. 2, കരയിൽ നിന്ന് ഏകോപിപ്പിക്കുന്നതിന് കനത്ത മഴയുമാണ്. പക്ഷേ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് രാത്രിയിൽ തെരച്ചിൽ തുടരാനാണോ ഇപ്പോഴത്തെ തീരുമാനം? അങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു മീറ്റിംഗ് ചേരുന്നു എന്നുള്ളതാണല്ലോ MLA ഉൾപ്പെടെ സ്ഥിരീകരിച്ചത്. ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും ഒടുവിലെ ഒരു തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ തന്നെയാണ് നമ്മളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. പക്ഷേ അരുൺ പറഞ്ഞതുപോലെ തന്നെ ആ സ്കൂബ ഡൈവേഴ്സിന് അവർ അത്രത്തോളം വൈദഗ്ധ്യം നേടിയവരാണ്. എന്നിട്ട് പോലും താഴെ തട്ടിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇന്നലെ വൈകിട്ട് പോലും അവർ അവരുടെ രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുന്ന ഘട്ടത്തിൽ ആ നദിയുടെ താഴ്ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഒരു തരത്തിൽ റിസ്ക് ആണ് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേവി ആ തരത്തിൽ ഒരു തീരുമാനം വേണ്ട എന്നുള്ളത് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും കുത്തിയൊലിച്ചൊഴുകുന്ന നദി തന്നെയാണ് ഗംഗാവലി എന്ന് പറയുന്നത്. അതിൻ്റെ അടിത്തട്ടിൽ വലിയ തോതിലുള്ള ഒഴുക്കുണ്ട്. ഒപ്പം തന്നെ കാഴ്ച കൃത്യമായി കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് താഴെ തട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വാഹനത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവിടേക്ക് പോകാനുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.